പ്രിയ കൂട്ടുകാർക്ക് നമസ്കാരം. ഞാൻ രതീഷ് മേനോൻ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്ന എല്ലാ കൂട്ടുകാരും നിർബന്ധമായും ഇൻസ്റ്റാൾ ചെയ്തിരിക്കേണ്ട ആപ്ലിക്കേഷനുകളിൽ ഒന്നായ ആൻഡ്രോയിഡ് ഡിവൈസ് മാനേജർ എന്നതാണ്. വെറും 2 MB മാത്രമുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. ഇതിന്റെ ഉപയോഗം നമുക്ക് പറയാം. പലപ്പോഴും കൂട്ടുകാർ എന്നോട് ചോദിക്കാറുണ്ട്, അവരുടെ ഫോൺ നഷ്ടപ്പെട്ടു, ഇനി അതിലെ ഡാറ്റകൾ എങ്ങനെയെങ്കിലും ആ ഫോൺ കിട്ടിയ ആൾ ചോർത്തുമോ മറ്റും അങ്ങനെ തുടങ്ങിയ വിവരങ്ങൾ, അല്ലെങ്കിൽ ഫോൺ തിരികെ എടുക്കാനാവുമോ എന്നൊക്കെ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞ് അതിനെപ്പറ്റി ചിന്തിക്കുന്നതിന് പകരം നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഒരു പ്രതിരോധം എന്ന നിലയിൽ എന്ത് ചെയ്യാനാകും എന്നാണ്. ഞാനിവിടെ ഈ പരിചയപ്പെടുന്ന ആൻഡ്രോയിഡ് ഡിവൈസ് മാനേജർ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും അതിൽ ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാണ് എങ്കിൽ ആ ഫോൺ ഏത് ലൊക്കേഷനിലാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നറിയാൻ സാധിക്കും. ഇതുകൂടാതെ നഷ്ടപ്പെട്ട ഫോൺ പാസ്വേഡ് ഉപയോഗിച്ച് ലോക്ക് ചെയ്യാനും അതിൽ ലോക്ക് തുറക്കുന്ന ഭാഗത്ത് നിങ്ങൾ ഓൺലൈനിലൂടെ നൽകുന്ന സന്ദേശം എഴുതി കാണിക്കാനുമാകും. ഒപ്പം നിങ്ങൾ നിർദ്ദേശിക്കുന്ന നമ്പറിലേക്ക് അയാൾ ഫോൺ ലോക്ക് തുറക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ കോൾ വരുത്താനും സാധിക്കും. ഇത് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുടെയോ മറ്റു ചിത്രങ്ങൾ നിങ്ങളുടെ ഫോണിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട് എങ്കിൽ, നിങ്ങളുടെ വിലപ്പെട്ട എന്തെങ്കിലും ബിസിനസ് രഹസ്യങ്ങൾ അതിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ തന്നെ അവ എല്ലാം തന്നെ വൈപ്പ് ചെയ്ത് കളയാൻ അഥവാ ഫോർമാറ്റ് ചെയ്ത് കളയാനും ആൻഡ്രോയിഡ് ഡിവൈസ് മാനേജർ എന്ന ഈ ആപ്ലിക്കേഷൻ സഹായിക്കുന്നു. നമുക്കിതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ആൻഡ്രോയിഡ് മൊബൈൽ, ഐഫോൺ എന്നിവ ഉപയോഗിക്കുന്നവർക്കും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്കും വളരെ ലളിതമായ രീതിയിൽ മലയാളത്തിലൂടെ ആപ്ലിക്കേഷനുകളും സോഫ്റ്റ്വെയറുകളും പരിചയപ്പെടുത്തുന്ന ഇത്തരം വീഡിയോകൾ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ലഭിക്കുന്നതിന് ഫേസ്ബുക്കിൽ രതീഷ് മേനോൻ എന്ന് സെർച്ച് ചെയ്ത് എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് മൊബൈലിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. തുടർന്ന് നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി ഒരു ഗൂഗിൾ ID അഥവാ Gmail ID ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ തീർച്ചയായും ഒരു ഗൂഗിൾ ID സൈൻ ഇൻ ചെയ്തിട്ടുണ്ടാവും. അതേ ID തന്നെ ഇതിനും ഉപയോഗിച്ചാൽ മതി. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നിങ്ങളോട് നിങ്ങളുടെ പാസ്വേഡ് ചോദിക്കും, അത് എൻ്റർ ചെയ്യുക. ഇവിടെ ആവശ്യമെങ്കിൽ റിമെമ്പർ ചെയ്തിടാൻ വേണ്ടി നെവർ ആസ്ക് മീ അഗെയിൻ എന്നത് കൊടുക്കാം. ഇത് നൽകണമെന്നില്ല. സൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുക ഒരു മാപ്പായിരിക്കും. തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ഡിവൈസുകൾ, നിങ്ങൾ ഇതേ ഇമെയിൽ ID ഉപയോഗിച്ച് ഒന്നിലധികമോ ഡിവൈസുകൾ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിവൈസുകളെല്ലാം തന്നെ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നോക്കുക, ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക, ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് സാംസങ് GT എന്ന സാംസങ് S3 ആണ്. ഞാൻ അത് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ആ ഫോൺ നിൽക്കുന്ന ലൊക്കേഷൻ നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇത് നമുക്ക് മൊബൈലിൽ, ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിലാണ്. ഇവിടെ നമുക്ക് റിംഗ്, ലോക്ക്, ഇറേസ് എന്ന സൗകര്യമുണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈലായതുകൊണ്ടാണ് ഇവിടെ റിംഗ് എന്നത് മാത്രമാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു ഡിവൈസ് സെലക്ട് ചെയ്താൽ ഇവിടെ, അതായത് മൈക്രോമാക്സ്, ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ ഇല്ലാത്ത ഒരു മൊബൈലാണ് എങ്കിൽ എനിക്കതിനെ ഓൺലൈനിലൂടെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാനാവും. അതാണ് ഇവിടെ മൈക്രോമാക്സ് എന്ന് കാണിക്കുന്നത്. കാരണം അതിപ്പോൾ എൻ്റെ കയ്യിലില്ലാത്ത ഫോണാണ്. അതിൽ റിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോൺ ഏതെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ മറ്റൊരു ലൊക്കേഷനിൽ ഇരിക്കുന്നു, ഫോൺ കാണുന്നില്ല എങ്കിൽ, അതിൽ നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമ്മളിവിടെ റിംഗ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോൺ കുറച്ച് നേരത്തേക്ക് റിംഗ് ചെയ്യുന്നു. ഇതുപോലെ ലോക്ക് എന്ന് പറയുന്നത് പാസ്വേഡ് കൊടുത്ത് ലോക്ക് ചെയ്യുന്ന സംവിധാനം. കൂടാതെ ഇറേസ് എന്നത് നമുക്ക് ഡാറ്റ ഡിലീറ്റ് ചെയ്യുന്ന സംവിധാനവും. ഇത് നമുക്കിപ്പോൾ നമ്മുടെ ഒരു മൊബൈലിൽ നിന്നാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് കമ്പ്യൂട്ടർ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് ചെയ്യാം. ഇനി നിങ്ങളുടെ കയ്യിൽ മൊബൈലില്ല, നിങ്ങളുടെ കൂട്ടുകാരൻ്റെ കയ്യിലാണ് മൊബൈലുള്ളതെങ്കിൽ അയാൾക്കും ഇതുപോലെ ഡിവൈസ് മാനേജർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഗസ്റ്റ് എന്നത് സെലക്ട് ചെയ്താൽ നിങ്ങളുടെ ഇമെയിൽ ID സൈൻ ഇൻ ചെയ്ത് കൊടുത്തുകൊണ്ട് ഇതുപോലെ തന്നെ ഉപയോഗിക്കാം. ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അതിന് ഞാനിവിടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് കാണിച്ചു തരുന്നത്. കമ്പ്യൂട്ടറിലും മൊബൈലും സെയിം ആണ്. കാരണം നമുക്കിപ്പോൾ മൊബൈൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിനേക്കും ആശ്രയിക്കുക. അതുകൊണ്ട് കമ്പ്യൂട്ടറിലാണ് ഞാനത് കാണിച്ചു തരുന്നത്. ഇവിടെ കമ്പ്യൂട്ടറിൽ നമ്മൾ ഗൂഗിൾ എടുത്തിട്ട് ആൻഡ്രോയിഡ് ഡിവൈസ് മാനേജർ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്കൊരു ലിങ്ക് കിട്ടും. ഇവിടെ സെലക്ട് ചെയ്യുന്നു. തുടർന്ന് നിങ്ങൾ നഷ്ടപ്പെട്ടു പോയ മൊബൈലിൽ ഏത് ID ആണോ ഉപയോഗിച്ചിരുന്നത്, നിങ്ങൾ ആൻഡ്രോയിഡ് ഡിവൈസ് മാനേജറിന് അല്ലെങ്കിൽ അതിൽ ഉപയോഗിച്ചിരുന്ന ഗൂഗിൾ ID ഏതാണോ അതേ ID തന്നെ ഇവിടെ സൈൻ ചെയ്ത് കൊടുക്കുക. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നിങ്ങൾ ലോഗിൻ ചെയ്താലും നിങ്ങൾക്ക് മൊബൈലിൽ കാണുന്ന പോലെ തന്നെയുള്ള ദൃശ്യങ്ങളാണ് ഇവിടെയും കാണുക. മറ്റുള്ള സെറ്റിങ്സുകൾ ഒന്നും തന്നെയില്ല. ഇവിടെ നമുക്ക് ഡിവൈസ് സെലക്ട് ചെയ്യാം. നമുക്ക് ഇവിടെ മൈക്രോമാക്സ് എന്നതിന് വരാം. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു വന്നിരിക്കുന്നത് S3 ആണ്. അതുകൊണ്ട് GT എന്നത് സെലക്ട് ചെയ്യുന്നു. നോക്കുക, ഞാനിവിടെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ
എൻ്റെ ഫോണിൽ നെറ്റ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ആ ഫോൺ നിൽക്കുന്ന ലൊക്കേഷൻ ഏതാണോ അതിവിടെ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നു. ഇനി നമുക്ക് അടുത്ത ഫംഗ്ഷൻ ഇവിടെ റിംഗ് എന്നത് ഉപയോഗിക്കാം. എന്തിനാണ് റിംഗ് ഉപയോഗിക്കുന്നത് നോക്കുക. ഇവിടെ റിംഗ് കൊടുക്കുമ്പോൾ ഓൺലൈനായിട്ട് നിങ്ങളുടെ ഫോൺ റിംഗ് ചെയ്യിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കുക, റിംഗ് ഡിവൈസ്, യുവർ ഡിവൈസ് വിൽ റിംഗ് ഔട്ട് ഫുൾ വോളിയം ഫോർ 5 minutes. പ്രസ് ദ പവർ ബട്ടൺ ടു സ്റ്റോപ്പ് ദ റിംഗിങ്. ഇതുപോലെ നമുക്ക് ഫോൺ റിംഗ് ചെയ്യിക്കാം. അടുത്തായിട്ട് നമ്മുടെ ഫോൺ എങ്ങനെ ലോക്ക് ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റൊരാൾ അത് ഉപയോഗിക്കാതിരിക്കാൻ എങ്ങനെ ലോക്ക് ചെയ്യാമെന്ന് നോക്കാം. എൻ്റെ ഫോണിൽ ഞാനിവിടെ പാസ്വേഡ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ശ്രദ്ധിക്കുക, നമുക്കൊന്ന് ലോക്ക് കൊടുത്ത് നോക്കാം. നോക്കുക, സ്വൈപ്പ് സ്ക്രീൻ ടു അൺലോക്ക് എന്നാണ് ഇപ്പോൾ എൻ്റെ കാണിക്കുന്നത്. അതായത് ഞാൻ വേറെ ലോക്കുകളൊന്നും തന്നെ എൻ്റെ ഫോണിൽ നൽകിയിട്ടില്ല. നമുക്കത് ലോക്ക് ചെയ്യാൻ നോക്കാം. ഇവിടെ ലോക്ക് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുമ്പോൾ നമ്മളോട് ന്യൂ പാസ്വേഡ് എന്ന് പറയുന്നു. അതായത് നമ്മൾ ഫോൺ ലോക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാസ്വേഡ് പ്രത്യേകം ഓർക്കാൻ മറക്കരുത്. നമ്മൾ അതിനിവിടെ ഒരു പാസ്വേഡ് കൊടുക്കും. ഞാനിവിടെ 1 2 3 4 5. ഇതിന് ശേഷം ഒരു ക്യാരക്ടർ കൂടി കൊടുക്കേണ്ടതുണ്ട്. അതിന് R എന്ന് കൊടുത്തു. ഇതുപോലെ വീണ്ടും പാസ്വേഡ് ഒന്നും കൂടി കൺഫേം ചെയ്യുക. തുടർന്ന് റിക്കവറി മെസ്സേജ്, ഇത് നിർബന്ധമില്ല, പക്ഷേ നമുക്കിവിടെ ഒരു മെസ്സേജ് കൊടുക്കാം. ഇനി ഇവിടെ ഒരു ഫോൺ നമ്പർ കൊടുക്കാം. അതായത് അവിടെ ഒരു ബട്ടൺ കാണിക്കും. ഫോൺ ലോക്കായി കഴിഞ്ഞാൽ അവിടെ ഒരു ബട്ടൺ കാണിക്കുന്നു. നിങ്ങൾ നൽകിയിരിക്കുന്ന ആ നമ്പറിലേക്കായിരിക്കും അവിടെ ടച്ച് ചെയ്താൽ കോൾ വരിക. നമുക്കിവിടെ കൊടുത്തു നോക്കാം. തുടർന്ന് ഞാനിവിടെ ലോക്ക് കൊടുക്കുകയാണ്. ഇപ്പോൾ വി സക്സസ്ഫുള്ളി സെൻഡ് എ ലോക്ക് റിക്വസ്റ്റ് ടു യുവർ ഡിവൈസ് എന്ന് കാണിച്ചു. സ്വല്പ നേരത്തിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ ഫോൺ ലോക്കാവുന്നു. നോക്കുക, വി സക്സസ്ഫുള്ളി റീസെറ്റ് യുവർ പാസ്വേഡ് ആൻഡ് ലോക്ക് യുവർ ഡിവൈസ്. ഒപ്പം നോക്കുക, ഞാൻ നൽകിയ പാസ്വേഡ് ഉപയോഗിച്ച് ഇവിടെ ഫോൺ ലോക്കാവുകയും നൽകിയ മെസ്സേജ് ഇവിടെ കാണിക്കുകയും ചെയ്യുന്നു. ഒപ്പം കാൾ ഓണർ എന്ന ഒരു ബട്ടണും നമുക്കിവിടെ കാണാം. ഇവിടെ കോൾ ഓണർ എന്നത് സെലക്ട് ചെയ്താലും നമ്മൾ ഫോൺ അൺലോക്ക് ചെയ്യാൻ ശ്രമിച്ചാലും ആദ്യം തന്നെ കോൾ പോവും. കോൾ പോകുന്നത് നമ്മൾ സെറ്റ് ചെയ്ത നമ്പറിലേക്കായിരിക്കും. നമുക്കൊന്ന് ടച്ച് ചെയ്ത് നോക്കാം. നോക്കുക, കോൾ ഓട്ടോമാറ്റിക്കായിട്ട് പോവുകയാണ്. ഇനി നമ്മളത് എൻഡ് ചെയ്താലും നമുക്ക് ഫോൺ ലോക്കായിട്ടായിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ കോൾ മറ്റുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ലഭിക്കില്ല. നോക്കുക, എൻ്റർ പാസ്വേഡ് എന്ന ഓപ്ഷനായിരിക്കും കാണിക്കുക. ഇനി നമുക്കിവിടെ പാസ്വേഡ് എൻ്റർ ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ ആ ഫോൺ കിട്ടിയ ആൾക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കിവിടെ പാസ്വേഡ് എൻ്റർ ചെയ്യാം. നോക്കുക, ഇതുപോലെ ഫോൺ ലോക്ക് തുറക്കാം. അപ്പോൾ നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഫോൺ ലോക്ക് ചെയ്യാം. അടുത്തത് ഇറേസ് എന്ന ഒരു ഓപ്ഷനാണ്. ഇവിടെ ഇറേസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നോക്കുക, ഇറേസ് ഓൾ ഡാറ്റ എന്നാണ്. ദിസ് പെർഫോംസ് എ ഫാക്ടറി റീസെറ്റ് ഓൺ യുവർ ഡിവൈസ്. അതായത് നമ്മൾ ഫോൺ വാങ്ങിയ കണ്ടീഷൻ എന്തായിരുന്നോ അതേ കണ്ടീഷനിലേക്ക് ഫോൺ റീസെറ്റ് ആവുന്നു. നമ്മുടെ ആപ്ലിക്കേഷൻ, ഫോട്ടോസ്, മ്യൂസിക്, സെറ്റിങ്സ് എല്ലാം തന്നെ ഡിലീറ്റ് ആകും. ഇവിടെ നിങ്ങൾ എറേസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഓൺലൈനിലൂടെ ഇറേസ് ആകുന്നു. ഞാനിവിടെ തൽക്കാലം ഇത് കാണിക്കുന്നില്ല, കാരണം എൻ്റെ ഡാറ്റ എല്ലാം മിസ്സാവുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഡിവൈസ് മാനേജർ എന്ന ഈ ചെറിയ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ, വെറും 2 MB മാത്രമുള്ള ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വകാര്യതയെ ബാധിക്കുന്നതോ ബിസിനസ്സിനെ ബാധിക്കുന്നതോ ആയ ഡാറ്റകളുള്ള ഫോൺ ആണെങ്കിൽ ആ ഫോൺ തിരികെ കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് പേടി കൂടാതെ ജീവിക്കാം. ഫോൺ നഷ്ടപ്പെട്ടാൽ അത് തിരികെ കിട്ടാൻ ആദ്യം ചെയ്യേണ്ടത് ഫോണിൻ്റെ IME കോഡ് സഹിതം ലോക്കൽ പോലീസിൽ പരാതി നൽകി അതിൻ്റെ FIR പകർപ്പുമായിട്ട് സൈബർ സെല്ലിൽ പരാതി നൽകുകയാണ്. പക്ഷേ സൈബർ സെല്ലിന് നിങ്ങളുടെ ഫോൺ കണ്ടുപിടിക്കൽ മാത്രമല്ല പണി, അവർക്ക് സൈബർ കുറ്റകൃത്യങ്ങൾ ധാരാളം മറ്റു പലതും കണ്ടുപിടിക്കാനുണ്ട്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ നിരാശരാകേണ്ടി വരുന്നു. അതിനാൽ ഒരു മുൻകരുതൽ എടുക്കുന്നത് നല്ലതായിരിക്കും. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ ഫോണിൽ നെറ്റ് ഇല്ലെങ്കിൽ നെറ്റ് കണക്റ്റ് ആവുന്ന സമയത്ത് ഡാറ്റ ഇറേസ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഫോൺ ലോക്ക് ചെയ്യപ്പെടുന്നു. തീർച്ചയായും ഒരു മടിയും കൂടാതെ ഈ വീഡിയോക്ക് നിങ്ങളൊരു ഷെയർ നൽകണം. നിങ്ങളുടെ കൂട്ടുകാർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണിത്. സ്നേഹപൂർവ്വം നിങ്ങളുടെ രതീഷ് ആർ മേനോൻ.